നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് മാഷിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ആൻഡ്രൂ സാറ് വരുവാണ്. അപ്പൊ ജയിൽ സൂപ്രണ്ടാണ്. അങ്ങനെ ജയിൽ സൂപ്രണ്ടിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് അങ്ങോട്ട് ചെന്നു. മാഷ് പറഞ്ഞു, സാറേ വിക്രത്തിന്റെ കാര്യം ഞാൻ സാറിനെ കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് കോൾ എടുക്കാതിരുന്നത്. പിന്നെ ശങ്കരനാരായണ സാറിന്റെ കോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് വിക്രത്തിന്റെ അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞ്. അല്ലെങ്കിൽ ഞാനിന്ന് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു. അല്ല, മാഷിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു. വിക്രം 2 ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട്, വിക്രത്തിന്റെ അമ്മയെ സ്വപ്നം കാണുന്നുണ്ട്, അമ്മയുടെ കാര്യം ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരുമോ സാർ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. അത് കേട്ടതും മാഷിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാതെ ആയിപ്പോയി. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, അതെ, അവനെ ഒന്ന് കൊണ്ടുവരുവോ, ഇനിയിപ്പോൾ എങ്ങനെയാ എന്താണെന്നൊന്നും അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കാണിക്കേണ്ടവരെയൊക്കെ വിളിച്ചു കാണിച്ചോളാനാ പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആൻഡ്രൂസ് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട മാഷേ, എന്താണെങ്കിലും ഇന്നിനിപ്പോൾ ഇത്ര സമയമായില്ലേ, പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നാളെ എന്താണെങ്കിലും വിക്രത്തിനെ ഞാനിവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടതും മാഷ് പറഞ്ഞു, അത് മതി സാറേ, അത് മതി എന്ന് പറഞ്ഞു. ഈ സമയത്ത് നന്ദിനി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കമലയെ കണ്ട്. കമലയ്ക്ക് ആ സമയത്ത് ഫിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഒരു സിസ്റ്റർ പാഞ്ഞു പൊരിക്ക് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അകത്തേക്ക് കയറി ഓടി ചെന്നപ്പോഴത്തേനും ഫിക്സ് അടിച്ച് വല്ലാത്ത അവസ്ഥയിൽ വെപ്രാളപ്പെടുന്ന കമലയാണ് കാണുന്നത്. ആ സമയം സിസ്റ്ററോട് പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് പറയാണ്. പക്ഷേ ഇഞ്ചക്ഷൻ കൊടുത്തെങ്കിലും അപ്പോഴേക്കും കമലയുടെ ജീവൻ പോയിട്ടുണ്ടായിരുന്നു. കമല അപ്പത്തേനും മരിക്കുകയോ ചെയ്തേ. അങ്ങനെ ഒടുവിൽ ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷും അതുപോലെ ആൻഡ്രൂ സാറൊക്കെ അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയത്ത് മാഷിനെ വിളിച്ചിട്ട് ഡോക്ടർ കാര്യം പറയണം, അതെ സോറി കേട്ടോ, ഞങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല, പെട്ടെന്നൊരു ഫിക്സ് ഉണ്ടായി, അതോടൊപ്പം തന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റാത്തതെന്ന് വന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് ഒരു നിമിഷം തരിച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മാഷിൻ്റെ തോളത്തേക്ക് ആൻഡ്രൂ സാർ ഇങ്ങനെ കൈവച്ചു. മാഷിനെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. മാഷിന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് മാഷ് പറഞ്ഞു, ഇനിയിപ്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലല്ലേ, അമ്മയുടെ സംസ്കാര ചടങ്ങുകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവന് വരാൻ പറ്റുമായിരിക്കില്ലേ, അങ്ങനെയാണെങ്കിൽ സാറേ അവനെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണോട്ടോ എന്നൊക്കെ പറയാണ്. എത്രമാത്രം മാഷ് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള കാര്യം ആൻഡ്രൂ സാറിന് മനസ്സിലായി. അതേ സമയത്ത് ശ്രീജയൊക്കെ വല്ലാത്ത കരച്ചിലാണ്. നന്ദിനിക്ക് കരച്ചിൽ വന്നില്ലെങ്കിലും നന്ദിനി ഒരു ഉണ്ടാക്കിയ കരച്ചിലൊക്കെ കരയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. വിശ്വം അതുപോലെ തന്നെയായിരുന്നു. അച്ഛാന്നും പറഞ്ഞുകൊണ്ട് വിശ്വം ഭയങ്കര കരച്ചിലാണ്. മാഷ് അവിടെ ആ ബെഞ്ചിൽ പോയി ഇരിക്കുവാണ്. മാഷിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. മാഷിനെ കെട്ടിപ്പിടിച്ച് വിശ്വം കരയുക. ഒടുവിൽ മാഷ് വിശ്വത്തോട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകണം, അധികം സമയം ഇവിടെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, എൻ്റെ ബാഗിനകത്ത് പണമുണ്ട്, പണം എടുത്തു കൊടുത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്തണം, ഇനി അധികം വൈകിപ്പിച്ചു കൂടാന്ന് പറഞ്ഞു. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു മാഷിൻ്റെ മനസ്സിൽ. കമലയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മാഷിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് വേദ ലേബർ റൂമിലായിരുന്നു. വേദയ്ക്ക് പ്രസവവേദന തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദയാണെങ്കിൽ അലമുറയിട്ട് കരയുവാണ്. അപ്പോഴേക്ക് സിസ്റ്റർമാരൊക്കെ വേദയുടെ അടുത്ത് തന്നെയുണ്ട്. പിന്നീട് വേദ പറഞ്ഞു, അതെ അമ്മയൊന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ സേതുലക്ഷ്മി അമ്മ പുറത്തുണ്ട്. അങ്ങനെ സേതുലക്ഷ്മി അമ്മ അടുത്തേക്ക് അവരുടെ സിസ്റ്റർ എന്നിട്ട് പറഞ്ഞു, അതെ മാഡത്തിനെ വേദ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സേതുലക്ഷ്മി അകത്തേക്ക് കയറുന്നു. മോളെ വിഷമിക്കുന്നുണ്ട്, പേടിക്കേണ്ട, അമ്മ അരികിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ തലമുടിയിലൊക്കെ ഇങ്ങനെ തലോടുവാണ്. വേദയ്ക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള പരിചയം ഉണ്ടു, പക്ഷേ ഇങ്ങനെ അമ്മ അടുത്ത് വരുമ്പോൾ എന്തോ വല്ലാത്തൊരു ആശ്വാസം. അങ്ങനെ ഒടുവിൽ വേദ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാണ്. വേദയുടെ കരച്ചിലും ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതുലക്ഷ്മി അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ സേതുലക്ഷ്മി അമ്മയോട് പുറത്തേക്ക് ഇരുന്നോളാൻ പറഞ്ഞു. സേതുലക്ഷ്മി അമ്മയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോകണം. ഒരു വശത്ത് തൻ്റെ മരുമകള്, തൻ്റെ പേരക്കുഞ്ഞ് മരിച്ചു കിടക്കുന്നു, ഇപ്പുറത്താണെങ്കിലോ വേദ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അതൊക്കെ സേതുലക്ഷ്മി അമ്മയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. ഇതേ സമയത്ത് വിക്രം അവിടെയുള്ള ഗുണ്ടാളുടെ അടിയേറ്റ് ഇങ്ങനെ ജയിലിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. പെട്ടെന്ന് വിക്രത്തിന് തന്നെ നെറ്റിയിലേക്ക് ഒരു കുഞ്ഞ് വന്ന് ഇങ്ങനെ പിടിക്കുന്ന പോലെ തോന്നുകയാണ്. ഒരു കുഞ്ഞിന്റെ തലോടല്. വിക്രം പതുക്കെ ഇങ്ങനെ തലയെ അനക്കുവാണ്. ആ സമയത്താണ് ജയിലിലുള്ള വേറൊരു സഹപ്രവർത്തനം ഓടി വരുന്നത്. അയാൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് വിക്രം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കൂടി ഓടി വന്നു. വിക്രത്തിനെ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതേ സമയത്ത് വേദനെ ആ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. വേദ റൂമിലേക്ക് വന്ന് ഇച്ചിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സേതുലക്ഷ്മി അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു അരുണ സിസ്റ്റർ കൊണ്ടുവന്ന്. അങ്ങനെ സേതുലക്ഷ്മി അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന് വേദയുടെ അടുത്തേക്ക് കിടത്തുകയാണ്. മോളേന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് കിടത്തി. പിന്നീട് വേദയുടെ നെറ്റിയിൽ ഒരു ഉമ്മയെ കൊടുക്കുകയാണ്. ആ സമയത്ത് സേതുലക്ഷ്മി അമ്മ നോക്കിഞ്ഞപ്പോൾ അപ്പുറത്ത്
തൻ്റെ മകള് മരിച്ചു കിടക്കുന്നുണ്ട്. അതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു സേതുലക്ഷ്മി അമ്മയ്ക്ക്. ഈ സമയത്ത് വേദയുടെ മനസ്സിൽ കൂടെ കടന്നുപോയത് താന് നാട്ടിൽ നിന്ന് പോരാനുള്ള സാഹചര്യം വരുന്നു. ശ്രീകാന്ത് തൻ്റെ അച്ഛനോട് പറഞ്ഞത് അവളെ എനിക്ക് എവിടെ കിട്ടിയാലും തീർത്ത് കളയാൻ പറ്റും. ഇനി എൻ്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പോകത്തില്ല. ഇന്നലെ അവൾ രക്ഷപ്പെട്ടു പോയി, പക്ഷെ ഇനി രക്ഷപ്പെടത്തില്ല, അവളെ ഞാൻ തീർത്ത് കളയുമെന്ന് പറഞ്ഞത്. അതൊക്കെ വേദയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായുമാണ്. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഗുണ്ടകള് തന്നെ പിന്തുടർന്ന് ഇവിടെ എത്തിയത് ഉള്ള കാര്യങ്ങളൊക്കെ, തന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. തൻ്റെ ജീവനും തൻ്റെ കുഞ്ഞിൻ്റെ ജീവനും ആപത്താന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ രാധിക അയാളോട് പറയുന്ന, തരുണിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ വേദയുടെ മനസ്സിൽ കൂടെ മിന്നുമാഞ്ഞു. സേതുലക്ഷ്മി അമ്മ അങ്ങോട്ട് പോകാൻ തിരിഞ്ഞപ്പോഴത്തേനും അമ്മയെന്ന് പറഞ്ഞ് വേദ കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്താ മോളെ പറഞ്ഞേ? എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം അമ്മേ, എന്നെ സഹായിക്കണമെന്ന് വേദ പറയുകയാണ്. ഇതേ സമയത്ത് പുറത്തുള്ള ആംബുലൻസ് ഡ്രൈവർ അയാൾ ഗുണ്ടകൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതെ, ഞാനിവിടെ അന്വേഷിച്ചു. ഈ പറയാൻ നിങ്ങളാ കാണിച്ചെന്ന ലേഡി ഇവിടെ പലരും കണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അവരിപ്പോൾ ലേബർ റൂമില്ല. അല്ല, അവിടെ കയറാൻ പറ്റില്ല. അവിടേക്ക് നമുക്ക് അങ്ങനെ കയറാനൊന്നും പറ്റില്ല, അവിടെ പോയി നോക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഡേഞ്ചറാ. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് തരുൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവാങ്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നും ശരിയാകത്തില്ല. പെട്ടെന്ന് അവന്മാരങ്ങോട്ട് പോവുകയാണ്. തരുൺ അങ്ങോട്ട് കയറി വന്നു. ഈ സമയത്താണെങ്കിൽ രാധിക മരിച്ചും പോയി, കുഞ്ഞും മരിച്ചു പോയി. അതിൻ്റെ വിഷമത്തിലായിരുന്നു സേതുലക്ഷ്മി അമ്മ. അപ്പോൾ സേതുലക്ഷ്മി അമ്മയുടെ വേദ ആ കാര്യം ആവശ്യപ്പെടുകയാണ്, എന്നെ രക്ഷിക്കണം, കാരണം എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അമ്മ എന്നോടൊപ്പം നിൽക്കുമെന്ന് ചോദിച്ചു. മോൾ എന്തൊക്കെയായി പറയണമെന്ന് ചോദിച്ചു. പിന്നീട് വേദ കുറേ കാര്യങ്ങൾ പറയണം. അമ്മ ഈ കുഞ്ഞിനെ തരുണിന് കൈമാറണം, തരുൺ സാറിനോട് പറയണം, തരുൺ സാറിൻ്റെ കുഞ്ഞാന്ന്. എങ്ങനെയാ സാധിക്കും? എങ്ങനെയെങ്കിലും പറയണം. കുഞ്ഞിനെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെതായ സന്തോഷം കാണുമായിരിക്കും. ഭാര്യ മരിച്ചാലും കുഞ്ഞുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ. കുറച്ച് ദിവസത്തേക്കെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് സംരക്ഷിക്കണം. എനിക്ക് വേറെ നിവൃത്തിയില്ല. എൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ ആപത്താണ്. അതുകൊണ്ട് അമ്മേ, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ഒരു നേഴ്സും കൂടെ വന്നിട്ട് പറഞ്ഞു, അതെ മാഡം, രാധികയുടെ ബോഡി പുറത്തേക്ക് എടുക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്ത് ചെയ്തു, കുഞ്ഞിനെ എടുക്കുവാണ് അവർ. കാരണം അവർക്ക് മനസ്സിലായി വേദയുടെ അവസ്ഥ എന്താന്ന്. സേതുലക്ഷ്മി അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു. പിന്നീട് വേദ കുഞ്ഞിനെ ഒന്ന് ഉമ്മ വെക്കുകയാണ്. വേദയ്ക്ക് മനസ്സിലായി തൻ്റെ കുഞ്ഞ് തൻ്റെ കൈവിട്ട് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തിയാൽ മതിയാവുള്ളൂ. ആ സമയത്ത് തരുൺ ഭയങ്കര സന്തോഷത്തോടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോഴേക്കും രാധികയുടെ ബോഡി പുറത്തേക്ക് കൊണ്ടുവരിക. ആ സമയം ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എങ്ങനെയുണ്ട്, രാധിക പ്രസവിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ ബോഡിയുടെ പുതപ്പം കൂടെ മാറ്റി കഴിയുമ്പോഴത്തേനും നോക്കി പഞ്ഞിയൊക്കെ വെച്ച് മരിച്ചു കിടക്കുന്ന തൻ്റെ ഭാര്യയുടെ മുഖം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥ. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു തരുണ്. എന്ത് ചെയ്യണമെന്ന് തരുണിന് അറിയണ്ടായിരുന്നില്ല. രാധികയെന്ന് പറഞ്ഞിട്ട് കരയുന്ന അയാളുടെ അരിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് അമ്മ വരുവാണ്. ആ ഒരു കാഴ്ച കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പകച്ച് നോക്കണം കുഞ്ഞിനെ തന്നെ. അപ്പം അയാൾ വിശ്വസിച്ച് തൻ്റെ അതൊന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ എങ്കിൽ ഈ പറയുന്ന അവർക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ അത് വേദയുടെ കുഞ്ഞാന്നുള്ള കാര്യം സേതുലക്ഷ്മി അമ്മയ്ക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വിക്രത്തിൻ്റെ അരിയിലേക്ക് ആൻഡ്രൂ സാർ വരുവാണ്. ആൻഡ്രൂ സാർ വന്നിട്ട് പറഞ്ഞു, വിക്രത്തിൻ്റെ നാട്ടിലേക്ക് പോകാം, ഇത്തവണ വിക്രത്തെ ആരെയും തടയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും വിക്രം പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാർ. പിന്നെ അതെ, ഇനി സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. സംസ്കാര ചടങ്ങുകളോ സാർ എന്തായി പറയണമെന്ന് ചോദിച്ചു. അത് പിന്നെ വിക്രത്തിൻ്റെ അമ്മ ഇനി ലോകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒറ്റ ഒരു കരച്ചിലായിരുന്നു. രാഘവൻ ചേട്ടൻ വിക്രത്തിനെ നോക്കുകയാണ്, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല. വിക്രം ആ സെല്ലിലേക്ക് പിടിച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. വിക്രത്തിൻ്റെ സമനില ഏറ്റുന്ന പോലെ വിക്രത്തിന് തോന്നി, തൻ്റെ അമ്മയില്ല, ഇനി ഭൂമിയും ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതേസമയത്ത് തരുണിൻ്റെ കയ്യിൽ വേദയുടെ കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ പിടിച്ചോണ്ട് രാധികയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, രാധിക നീ നോക്ക്, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ മോള് നീ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിങ്ങിപ്പൊട്ടി കരയാണ്. ആ സമയത്ത് അന്ന സിസ്റ്ററെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക സേതുലക്ഷ്മി അമ്മ. എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഡോക്ടർക്കും അന്ന സിസ്റ്റർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. അവരോട് പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സേതുലക്ഷ്മി അമ്മ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ. കാരണം അവർക്കറിയാലോ രാധിക മരിച്ചപ്പോൾ ആ കൂടെ കുഞ്ഞും മരിച്ചു പോയെന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ ആ കൂടെ നിൽക്കുകയാണ്. ഒടുവിൽ ആംബുലൻസിലേക്ക് ബോഡി കയറ്റിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെങ്ങ് തരാൻ സേതുലക്ഷ്മി അമ്മ പറഞ്ഞു. അപ്പോഴേക്കും തരം പറഞ്ഞു, വേണ്ട, ഞാൻ കുഞ്ഞിനെ പിടിച്ചോളാമേ, ഇവളുടെ ചിതയ്ക്ക് തീ കൊളുത്തുന്ന സമയത്ത്
എൻ്റെ ഈ കുഞ്ഞ് വേണം. അമ്മ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്ന സമയത്ത് അമ്മയുടെ കൈ ഞാനില്ലായിരുന്നോ, അതുപോലെ ഇതും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രാധികയുടെ ബോഡിയും കൊണ്ട് പോവുകയാണ്. അതേ സമയത്ത് വിക്രം വീട്ടിലേക്ക് വരിക. വിക്രം പോലീസ് ജീപ്പിൽ പറഞ്ഞ സമയത്ത് എല്ലാവരും വിശ്വവും വിനായകനും എല്ലാം വിക്രത്തെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ കരഞ്ഞു കരകിയ കണ്ണുകളോടെ കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് കമലയുടെ കരികിൽ തന്നെ മാഷും അതുപോലെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ആൾക്കാരും ബന്ധുക്കാരും ഒക്കെ വന്ന് കണ്ടിട്ട് പോവുകയാണ്. വിക്രത്തിന് അങ്ങോട്ടേക്ക് വന്ന് പൊട്ട് സഹിച്ചില്ല. വിക്രം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടേക്ക് കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.